തിരുവനന്തപുരം കോർപ്പറേഷൻ അഴിമതിക്കെതിരെ നഗരസഭയിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പദ്ധതികളിൽ ഭരണപക്ഷത്തെ ഇടത് കൗൺസിൽ അംഗങ്ങൾ നടത്തുന്ന അഴിമതി ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധമുയർന്നത്. തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഏഴ് റൗണ്ട് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അടിച്ചമർത്താൻ നോക്കേണ്ട അഴിമതി ഭരണം കുറയട്ടെ. വീട്ടുകാരം പറ്റിച്ച മേയർ രാജിവെക്കുക. മേയർ രാജിവെക്കുക. പട്ടികജാതി ഫണ്ട് തട്ടിപ്പുൾപ്പെടെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ക്ഷേമ പദ്ധതികൾ നഗരസഭാ ഭരണപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കുന്നതിന് മേയർ കൂട്ടുനിൽക്കുന്നുവെന്ന് തിരുവനന്തപുരം സിറ്റി ബിജെപി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ആരോപിച്ചു. നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയാണ്? തിരുവനന്തപുരത്തെ ചില സഖാക്കന്മാർക്ക് കോടികൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ഒത്താശയല്ലേ ഇവിടെ എം.ആർ. ഗോവൻ പറഞ്ഞത്? അത് ശരിയല്ലേ? അവരുടെ കീശ വേർപ്പിക്കുവാൻ കറവ പശുവായി തിരുവനന്തപുരം നഗരസഭയെ മാറ്റുന്നു. ഈ 45 വർഷത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഈ നഗരത്തിനെ തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ രാജ്യത്തെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ കൂത്തരങ്ങ് ഏതെന്ന് ചോദ്യം ചോദിച്ചാൽ അത് തിരുവനന്തപുരം നഗരസഭയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ 4 വർഷക്കാലമായി ഭരണം തുടങ്ങിയിട്ട് മേയർ ആര്യ രാജേന്ദ്രൻ 30 ലക്ഷം രൂപ നികുതി തുകയിൽ നിന്നും CPM യുവജന സംസ്ഥാന നേതാവ് തട്ടിയെടുത്തത് കണ്ടെത്തിയത് പിണറായി വിജയന്റെ വിജിലൻസ് ആണെന്ന് നഗരസഭാ പാർലമെന്ററി കാര്യാംഗം എം.ആർ. ഗോപൻ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയുടെ 4.5 വർഷക്കാലം പിന്നിടുന്ന ഈ ഭരണകൂടത്തിന്റെ തുടർച്ചയായിട്ടുള്ള അഴിമതി 4.5 വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയുടെ 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹം 34 കൗൺസിലർമാരെ സമ്മാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ നഗരസഭ തന്നെ അടിച്ചുകൊണ്ടുപോയി വിറ്റ് കൊള്ളയടിക്കുന്ന ഒരു ഭരണകൂടമായി ഈ ഭരണകൂടം അധപ്പതിച്ചിരിക്കുകയാണ്. തൊടുന്നതിലെല്ലാം അഴിമതി, തൊടുന്ന കാര്യങ്ങളൊക്കെ അഴിമതിയായി മാറിയിരിക്കുന്നു. പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്, പാവപ്പെട്ട കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം, കെട്ടിട നികുതിയിലെ ഫണ്ട് തട്ടിപ്പ് തുടങ്ങി കഴിഞ്ഞ കാലങ്ങളിലായി നഗരസഭയിൽ നടക്കുന്ന അഴിമതിയിൽ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നഗരസഭയിലേക്ക് BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ജനം, തിരുവനന്തപുരം.